ഹായ് എവരി വൺ. ഇന്ന് ലെവൽ 11 പോർട്ടലാണ്. ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ കാണുന്നതും ലെവൽ 11 നമ്പർ തന്നെയാണ്. ഞാൻ ഇന്നലെ ഫോൺ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ 1 അവർ 11 മിനിറ്റ് ഫുള്ള് അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് കാണുന്നതല്ല കേട്ടോ, അല്ലാതെ തന്നെ കാണുന്നതാണ്. 11 കാണുന്നത്. ശരിക്കും 1+1+1+1 എത്രയാണ്? 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ചെയറല്ല ടേബിൾ, അതുപോലെ എല്ലാം 4 കാലാണല്ലേ. 4 കാലുകൾ കൂടുതലും സ്റ്റേബിളാണെന്ന് പറയാം, ഉറയ്ക്കും. അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ കുറേ സ്റ്റെബിലിറ്റി വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. എന്താ പറയുക, അപ്പോൾ കരിയറിലൊക്കെ സ്റ്റക്കാണ്. നല്ല രീതിയിൽ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നു. കരിയറിൽ പുതിയ കരിയർ വരാം, അല്ലെങ്കിൽ പഴയ കരിയർ ഒന്നുകൂടി റീബിൽഡ് ആവാൻ സാധിക്കും. ഞാൻ പറയുകയാണ്, അൺലേൺ ആൻഡ് റീലേൺ. ഓക്കെ, അങ്ങനെ ചെയ്യുക. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ലൈഫ് ലൈഫ് ശരിക്കും നമ്മളിങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പഠനമാണ്. ലൈഫ് ഒരു ജേണിയാണല്ലേ. അപ്പോൾ അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും പഠിക്കുക. ഫെയിലിയർ എന്ന് പറയുന്നത് വലിയ മാരകമായിട്ട് തെറ്റൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കപ്പായി, ഞാനും പണ്ട് അങ്ങനെ വിചാരിച്ചു, ബ്രേക്കപ്പായി അതോടെ ലൈഫ് തീരുന്നു. ഒരിക്കലല്ല. ശരിക്കും ഒരു ലൈഫ് ടൈമിൽ ഒരു ബ്രേക്കപ്പും അല്ലെങ്കിൽ സെപ്പറേഷൻസ് ആവശ്യമാണ്. അപ്പോഴാണ് നമ്മളെ ഒന്ന് വാല്യൂ ചെയ്യുന്നതും സെൽഫ് വർത്ത് എന്താണ്, സെൽഫ് ലവ് എന്താണെന്നൊക്കെ പഠിക്കുന്നതും. ഓക്കെ, പിന്നെ ഡേ ഓഫ് ജേർണിയിൽ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ശരിക്കും ചിലപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പായിട്ട് കുറേ കൊല്ലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കേസ് പറയാം, 2014 തൊട്ടിട്ടാണ് റിലേഷൻഷിപ്പായത്. അവിടുന്ന് ഒരു 2021-22 ഒക്കെ ആയപ്പോഴാണ് സെപ്പറേഷൻസ് വന്നിട്ടുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സെപ്പറേഷൻസൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് കൂടുതലും ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയാണെന്ന് നമുക്ക് മനസ്സിലാവുക. അതിനു മുന്നേ നമുക്ക് ട്വിൻ ഫ്ലെയിം ജേണി വേർഡ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഡീൽ ചെയ്യുന്ന പാർട്ട്ണറും ഞാനും തമ്മിൽ ശരിക്കും ഒരു ഒന്നാണെന്നൊരു ഫീലാണ്. കാരണം എല്ലാ രീതിയിലും സെയിമാണ്. ഒരു ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ ആ ഒരു ഫുഡായിരിക്കും ഓട്ടോമാറ്റിക്കലി അവിടെ ഇഷ്ടമുണ്ടായിരിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും. പക്ഷെ നമുക്ക് ഡിസ്റ്റോർട്ടഡ് എനർജീസ് വരുമ്പോൾ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടുപേരും ഡിസ്റ്റോർട്ടഡ് ആണല്ലോ, ഡിവൈനിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഈ വൂൺസ്, അതുപോലെ എനിക്കുള്ള ഇന്നർ ചൈൽഡ് വൂൺസ് പോലെ തന്നെ അവിടെയും ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഡി എം എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോഴായിരിക്കും രണ്ടുപേരും ഓപ്പണായി മനസ്സറിഞ്ഞ് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നിഴലിനോട് സംസാരിക്കുന്ന പോലെയുണ്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറ്. ഡി എമ്മിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് 2-3 ദിവസമായിട്ട് എൻ്റെ ഡി എമ്മിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുന്ന സമയത്ത്, സെപ്പറേഷൻ വരുന്ന സമയത്ത് എല്ലാവരെ പോലെ തന്നെ ഞാനും ആയിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് ആ ഒരു പകിരാതി ഉണ്ടായിരുന്നു. എൻ്റെ ഡി എമ്മിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഡി എം ഗോട്ട് മാരീഡൊക്കെ ആയിരുന്നു, 1 year ഒക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതൊക്കെ എനിക്ക് താങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നീട് ഞാൻ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് ഡിവൈനായിട്ട് പല രീതിയിലാണ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് തരുന്നത്. പറയുമ്പോൾ ഞാൻ 2001-2 ഒക്കെ ഉള്ള സമയത്തൊന്നും ചാനൽസ് അങ്ങനെ മലയാളത്തിലൊന്നും ഇല്ല. ട്വിൻ ഫ്ലെയിമിൻ്റെ ഒന്നും ടാരോ റീഡിങ്സിൻ്റെ 1-2 ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പക്ഷേ ഓരോ സമയത്തും ഡിവൈൻ ഗൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതെനിക്ക് ഡിവൈനോട് അത്രയും ഇതുണ്ട്. കാരണം സ്റ്റക്കാക്കിയിട്ടില്ല. നമ്മളിങ്ങനെ ആ ജേണിയിൽ പോവും. അതിന് മുന്നേ തന്നെ എൻ്റെ മെഡിറ്റേഷൻ സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട്. എല്ലാ രീതിയിലുള്ള രാജയോഗയൊക്കെ ഞാൻ പഠിച്ചു, നല്ല രീതിയിൽ ഹീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും രാജയോഗം വേണമെന്നില്ല. ഓരോരുത്തരുടെ സ്റ്റേജ് അനുസരിച്ച്, ഓരോരുത്തരുടെ ലൈഫിൽ എന്തൊക്കെയോ വേണ്ട കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് അങ്ങനെ പോയി. എനിക്ക് അവിടെയൊക്കെ കുറച്ച് പേരായിട്ട് കർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ അതായിരിക്കാം ഞാനത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴാണ് എനിക്കൊക്കെ കുറേ കാര്യം റിയലൈസ്ഡ് ആവുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഞാൻ ഭയങ്കര അവെയർനെസ്സിലാണെന്ന് തന്നെ പറയാം കേട്ടോ. ഇന്നർ വർക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഇന്നർ വർക്ക് മുന്നേ 7 ചക്ര അങ്ങനെയൊക്കെ പുഷ് ചെയ്തൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഞാനിങ്ങനെ 5 മിനിറ്റ് ഇരുന്ന് തന്നെ എനിക്ക് ആ അവെയർനെസ്സിൽ എത്താൻ സാധിക്കുന്നുണ്ട്. അതാണ് എൻ്റെ മെഡിറ്റേഷൻ. അതുപോലെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ അവെയർനെസ്സിലൂടെ അതാണ് അവെയർനെസ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെവൽ 11 പോർട്ടൽ നിങ്ങൾക്ക് എല്ലാവർക്കും റീയൂണിയൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പോർട്ടൽസാണ്. 1 എന്ന് പറയുന്നത് മാരേജ്. ശരിക്കും ടാരോ കാർഡിൽ 11 എന്ന് പറയുന്ന കാർഡുണ്ട്, 4 of Wands. 11 എന്ന് പറയാം പുതിയ ബിഗിനിങ്, സന്തോഷകരമായ നിമിഷങ്ങൾ, മാരേജ് സെറിമണിയാണ് അവിടെ, സന്തോഷമാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഹീലൊക്കെ ചെയ്തവർക്ക് നമുക്ക് റീയൂണിയൻ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ പോർട്ടൽസ് ഓപ്പൺ ആവുന്നുണ്ട്.
ഓക്കെ. ഇപ്പോൾ ഈ 1-1 ഇനി വരുന്നത് എപ്പോഴാണ്? ഈ 1-1ൻ്റെ കോമ്പിനേഷൻസ് ഇപ്പോൾ 10-11 1-1ൻ്റെ തന്നെ 1+0 1 വന്നല്ലോ, 11-11 അങ്ങനെ. അതുപോലെ അങ്ങനെയൊക്കെ കുറേ നമ്പർ കോമ്പിനേഷൻസ്. അതുപോലെ ഇനി January 1 ഒക്കെ ഇതുപോലെ തന്നെ പോർട്ടൽ തന്നെയാണ്, 1 പോർട്ടൽ അല്ലേ. അപ്പോൾ ഞാൻ ഈ ജേണി വന്നപ്പോഴാണ് കൂടുതലായിട്ട് ഈ ഏഞ്ചൽ എന്നൊരു പേരുള്ള നമ്പേഴ്സൊക്കെ കാണാൻ തുടങ്ങിയത്. ഏഞ്ചൽസ് ഓരോ സമയം നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുന്നില്ല, കാണുന്നവർ കാണാൻ അതിൻ്റെ നമ്മൾ ഡിവൈൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസം മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. 11 പോർട്ടൽസ് 11 ടൈംസ് നമുക്ക് ഏതെങ്കിലും മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് അത് കിട്ടിക്കഴിഞ്ഞ രീതി പാസ്റ്റ് എന്ന രീതിയിൽ എഴുതാം, വിഷ്വലൈസേഷൻ ചെയ്യാം. ഇന്ന് നന്നായി മെഡിറ്റേഷൻസ് ചെയ്യാം. ഇന്നധികം ഫോണിലൊന്നും ഇതാവാതെ കുറച്ച് നേരം, അധികം നേരം മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ ഇരിക്കാം, വിഷ്വലൈസേഷൻ ആവാം, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. കാരണം കുറേ പ്ലാനറ്ററി പൊസിഷൻസും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മെർക്കുറി സാറ്റേണൊക്കെ ഇനി ഡയറക്റ്റ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ കർമ്മ ക്ലെൻസിങ്ങിൻ്റെ നോക്കുകയാണെങ്കിൽ കർമ്മ ക്ലെൻസിങ് നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു പിന്നൊരു കാര്യം കൂടി എനിക്ക് വന്നത്, നിങ്ങൾ ചിലപ്പോൾ കുറേ നാളെ DM എന്ന് വെക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കൂടുതൽ നിങ്ങൾ സെൽഫിനെ ചൂസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. DM-നെ അവരാ വഴിക്ക് വിട്ട് നിങ്ങളെ ചൂസ് ചെയ്ത് പോകും. ചിലപ്പോൾ ഇനിയായിരിക്കാം ശരിക്കും റിയൽ ട്വിൻ ഫ്ലെയിം വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫേക്ക് TFനെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കില്ല, നിങ്ങൾക്ക് സ്പിരിച്വൽ ജേണി ആയിരിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കർമ്മ ഉണ്ടെങ്കിൽ ഈ കർമ്മ ഒന്ന് ക്ലൻസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ കർമ്മ ഒന്ന് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ ചാനൽസിൽ എത്തിപ്പിക്കുന്നതായിരിക്കാം. അതുകൊണ്ടാണ് കുറേ പേർക്ക് സോൾ പർപ്പസ് ഒന്നും വരാത്തത്. ഈ സോൾ പർപ്പസ് ഒരു സ്റ്റേജിൽ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട സംഭവമേ അല്ല. നമ്മൾ ഹീൽ ചെയ്ത് വരുമ്പോൾ, തേർഡായൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ സോൾ പർപ്പസ് തന്നെ റിവീലായി വരുന്നത്. അതാണ് ഈ ജേണി. ഈ ജേണിയിലാണോ എന്ന് മനസ്സിലാണെങ്കിൽ ഇതിലെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇതിലൊന്നും പുഷ് ചെയ്ത് റീഡ് ചെയ്ത് ഇപ്പോൾ എൻ്റെ ജേണി എവിടെയും പോയി റീഡ് ചെയ്തിട്ടല്ല ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്, മനസ്സിലായോ? അതുപോലെ നമ്മൾ ഹീൽ ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് തേർഡായൊക്കെ തുറക്കും. ഞാനിപ്പോൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നതും സബ് കോൺഷ്യസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞോന്ന് അറിയില്ല, ഒരു 3 ദിവസം മുന്നേ ഞാനൊരു ഡ്രീം കണ്ടു. ഇങ്ങനെ എനിക്ക് രാത്രി തീരെ ഉറക്കം വന്നില്ല. 2-3 മണിയായിട്ട് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുക. അപ്പോൾ കണ്ണടയ്ക്കുമ്പോൾ ഒരു രൂപൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ളൊരു ഏജ് ആയിട്ടുള്ള ഒരു ഓൾഡ് ലേഡി ഇങ്ങനെ വളർന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഫേസ് ഒന്നുമല്ല. കണ്ണ് തുറക്കുമ്പോൾ പോകും, കണ്ണടയ്ക്കുമ്പോൾ പിന്നെയും അങ്ങനെ ഞാൻ ഓരോ ക്ലെൻസൊക്കെ ചെയ്തു, പ്രൊട്ടക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോയി. പക്ഷേ എന്താണ്ടായത്, 2 ദിവസമാണോ അല്ല പിറ്റേ ദിവസം എനിക്ക് ഇപ്പം ഇന്നലെ ഉണ്ട് എനിക്കൊരു ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടി ഹീൽ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു അമ്മ ഫിഗർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ അടുത്തേക്ക് ആരോ ഹീലിങ്ങിന് വരുന്നുണ്ട്. ആ ഒരു സോള് മുന്നേ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്, എന്നെ ഹീൽ ചെയ്യട്ടോ, എന്നെ ഒന്ന് സെറ്റാക്കി തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിറ്റേ ദിവസം ആ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സോളിൻ്റെ പ്രസൻസ് വന്നിട്ട് എനിക്ക് അപ്പോൾ പറഞ്ഞു അത് ചിലപ്പോൾ എൻ്റെ അമ്മയുടെ അതെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. ഞാൻ പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഹീൽ ചെയ്ത് വരുമ്പോൾ, അത്രയും നമുക്ക് ഹീൽ ചെയ്ത് നമ്മൾ പ്യുവറായി കൂടുതലും ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മളതിൻ്റെ അടുത്തേക്ക് ആരൊക്കെയാണോ വരാൻ പോകുന്നത് അവരുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് യൂണിവേഴ്സ് മുന്നേ തന്നെ പറഞ്ഞു തരും, അല്ലെങ്കിൽ അറിയിച്ച് തരും. അതൊക്കെയാണ് ഈ ഒരു ജേർണിയുടെ പ്രത്യേകത എന്ന് പറയും. ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞ് എന്താ പറയുക, നമുക്ക് ഫീൽ ചെയ്യണതും അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് ഈ ജേർണിയിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഈ ജേർണിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് മാത്രം ആ പ്രസൻസ് മനസ്സിലാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ ഒരു ജേർണിയിലാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലാണെന്നൊക്കെ പറയാം കേട്ടോ. കേൾക്കുന്നത് കാണാനും അങ്ങനെയൊക്കെ സാധിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് കുറേ ഡിവൈൻ്റെ കുറേ കാര്യങ്ങൾ ഗൈഡൻസസ് കിട്ടും, ചാനലിങ് കിട്ടും. ഞാൻ അങ്ങനെയാണ് ഈ ടാരോ മീൻസ് ലൈവ് വരുന്നതൊക്കെ എനിക്ക് ഇൻഡ്യൂഷനിൽ ഇങ്ങനെ മനസ്സിൽ വരും, ഇങ്ങനെ സോള് പറയും ലൈവ് പോകും. അപ്പോൾ ഞാൻ ലൈവ് പോകുന്ന സമയത്ത് ആരെങ്കിലും മനസ്സ് വേദനിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഗൈഡൻസസ് കൊടുക്കാനോ ചിലപ്പോൾ എൻ്റെ ഒരു വേർഡ്സ് ആയിരിക്കും അവർക്ക് സാന്ത്വനം കൊടുക്കുന്നുണ്ടാവും. എനിക്കത് കമൻറ്റ് ചെയ്യാറുണ്ട്, വളരെ വിഷമത്തിലൂടെ പോകുന്ന സമയത്താണ് ലൈവ് വന്നതെന്ന്. അതുപോലെ ഒരു കുട്ടി
ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഇൻഡ്യൂഷനിൽ വന്ന് ലൈവ് ഞാൻ വരുന്നുണ്ട് പറഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ലൈവിലിട്ട് അങ്ങനെയൊക്കെ എന്നെയായിട്ട് കണക്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ എൻ്റെ എനർജീസൊക്കെ എത്താറുണ്ട് കേട്ടോ. ചിലവർ എൻ്റെ സ്വപ്നം കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് ഹീലിംഗ് നടക്കുന്നുണ്ട്. ആ ഹീലിങ്ങിൽ നമ്മുടെ പ്രസൻസ് നമ്മുടെ സോള് പോയിട്ടൊക്കെ ഹീലാക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെവൽ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111 പോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്പർ ആണെങ്കിൽ നിങ്ങൾ അത്രയും അതിന് റെസ്പെക്റ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യം ഓരോ ഏഞ്ചൽ നമ്പേഴ്സിനും താങ്ക് യു പറയുക. താങ്ക് യു. എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ വൈബ്രേഷൻസ് ഒന്നുകൂടി ഇൻക്രീസ് ചെയ്തപ്പോൾ എന്നും സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി അത്രയും കാര്യങ്ങൾ ലൈഫിൽ നടക്കണം. എന്തോരം മാനിഫെസ്റ്റേഷൻസ് അറിയോ നടക്കുന്നത്. ഞാനതിങ്ങനെ സ്റ്റോറി ഇടുന്നില്ല എന്നുള്ളൂ. എൻ്റെ കുറേ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നുണ്ട് ഈസി ആയിട്ട്. ഞാനിവിടെ വിഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. വിഷൻ ബോർഡ് വയ്ക്കുക, വിത്തിൻ 1 മന്തിനുള്ളിലൊക്കെ സംഭവം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വലിയൊരു ഗോളുണ്ട് എൻ്റെ. അത് ഞാൻ നിങ്ങൾക്ക് അത് സക്സസ് ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ ഹീലിംഗ് ചെയ്യുക നന്നായിട്ട്. പിന്നെ ഇന്നലെ പറഞ്ഞു ഹീലിംഗ് ചെയ്യാനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. പൈസ ഇല്ലാത്തവർക്ക് എന്താ ചെയ്യുക. ശരിക്കും എല്ലാത്തിനും ഇപ്പോൾ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ വേണ്ടാത്ത ആൾക്കാരൊക്കെ വരും. ചുമ്മാ എൻ്റെ എനർജി വേസ്റ്റ് ആവും. പിന്നെ നമുക്കും ഈ ഹീലിങ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കണം. പിന്നെ നമുക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതൊന്നും അറിയാത്തവരാണ് ഇങ്ങനെ പറയുന്നത്. 3D പീപ്പിളാണ്. അപ്പോൾ അവർക്ക് ഹീലിങ്ങിൻ്റെ ഒരു ആവശ്യവും ഇല്ല. അവരുടെ 3D ലൈഫിൽ പോകേണ്ട ആൾക്കാരാണ്. എങ്ങനെയൊക്കെയോ ചാനൽ ഇങ്ങനെ സ്പ്രെഡായി വരുന്ന കാണുന്നതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുക. ധാരാളം നന്ദി പറയും. നന്ദി എത്രയോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കും. അത്രയും നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻസ് ഇൻക്രീസ് ആവുക ചെയ്യുന്നത്. ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ജേർണൽ എഴുതുക. എന്നും രാത്രിയൊക്കെ ഒന്ന് ഡാൻസൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വിഷ്വലൈസേഷനൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഉള്ളിൽ നന്മകൾ നല്ലത് പറയാൻ, മറ്റുള്ള കുറ്റം പറയാതെ നല്ലത് കാണാൻ ശ്രമിക്കുക. അവർക്ക് കുറേ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ഉണ്ടെന്ന് പറയും. എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആ ഒരു പാർട്ട്ണർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നാത്തത്? നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ബ്ലോക്കാണ്. ഈ ഒരു എനർജി വയ്ക്കുമ്പോൾ ഒരാൾക്ക് നിങ്ങളടുത്തേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ഇരുന്ന് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നോക്കുക. കമ്മിറ്റ്മെൻറ്റ് തരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല. കുറേ പ്രാവശ്യം ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. പുതിയ ആൾക്കാരാണ് പിന്നെയും സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ എൻ്റെ DM ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റോറി അറിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ, ഞാൻ ഹീലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റോറി ഇതുപോലെ ഹീലിങ്ങിൻ്റെ സ്റ്റേജായിട്ട് പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞ DMലേക്ക് ഫോക്കസ്ഡ് അല്ല എന്ന് തന്നെ പറയാം. ഞാനിങ്ങനെ ചേസ് ചെയ്യാനൊന്നിനും ഞാൻ എൻ്റെ ജേണി ഇങ്ങനെ പോകുന്നു. DM വരുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ ഉണ്ടായി നോക്കി ഫൈൻ കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മൾ DMൻ്റെ ഭാഗത്തു നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ നമ്മളെ മനസ്സിലെപ്പോഴും എടുത്ത് നോക്കും അവർ മെസ്സേജ് വന്നിട്ടുണ്ടോ. ഇപ്പോഴൊക്കെ ഞാൻ മെസ്സേജ് അയച്ചാലും അല്ലെങ്കിൽ അവിടെ നിന്ന് മെസ്സേജ് വന്നാലും ചിലപ്പോൾ തിരക്കിൽ ഞാൻ മറന്നു പോയി കഴിഞ്ഞാൽ ഞാൻ മറന്നു പോവും, കോൺഷ്യസ് അല്ല. പിന്നെ അവിടെ നിന്ന് റിപ്ലൈ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുക. അത്രയും സ്റ്റേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഡിവൈൻ. ആ ഒരു ഒബ്സഷൻ മാറി. നമുക്കിങ്ങനെ ഓരോ സ്റ്റേജ് ഇങ്ങനെ ഫേസ് ചെയ്തപ്പം ഒബ്സഷൻ പോവും, ഓവർ കെയറിങ് പോവും. എനിക്ക് എൻ്റെ സെൽഫാണ് വലുത്. എൻ്റെ സെൽഫിനെ വാല്യൂ ചെയ്യാത്തതായിട്ടുള്ളത് DM ആണോ ഇനി ആരാണെങ്കിൽ പോലും ഞാൻ അവരെ മാറ്റി നിർത്തുകയേ ചെയ്യുള്ളൂ. എനിക്കെൻ്റെ ആ ബൗണ്ടറി എപ്പോഴും സ്ട്രോങ് ബൗണ്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്യും. കാരണം എനിക്ക് വലുത് ഞാൻ തന്നെയാണ്. എൻ്റെ കൂടെ 24/7 ഉണ്ടാവുന്നതും ഞാൻ തന്നെയാണ്. വേറെ ഒരു എത്ര കാമുകനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അവർക്ക് 24 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും എൻ്റെ സെൽഫും എൻ്റെ ഷാഡോ ആണ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ആ ഷാഡോനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പ്യൂർ ആക്കുമ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ സെൽഫ് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കല്യാണങ്ങൾക്ക് പോകാനോ അങ്ങനത്തെ ഫംഗ്ഷന് പോകാനോ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇടതില്ല. കാരണം കുറേ പേര് വരും, കുറേ എനർജീസ് ചുമ്മാ എന്തിനാ നമ്മുടെ എനർജി ലോ ആക്കുന്നതെന്ന് കരുതി അങ്ങനത്തേനൊന്നും പോകാറില്ല. അതൊന്നും ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാനും ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഞാൻ പോവും, ഒറ്റയ്ക്ക് ഫിലിം കാണാൻ പോകും. എന്താ പ്രശ്നം? എനിക്കങ്ങനെ ഒരു ഇതൊന്നുമില്ല. എൻ്റെ സെൽഫ് എൻ്റെ കൂടെ ഡിവൈൻ ഉണ്ട്. അതിൻ്റെ പ്രാരമാണ് ഞാൻ എന്താ പറയുക കൂട്ടേണ്ടത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ ഈ ലെവൽ 11 പോർട്ടൽസ് നിങ്ങൾക്ക് വലിയൊരു ഡോറാണ് തുറന്നു തരുന്നത്. അപ്പോൾ ആ തരുന്ന ഓരോ ബ്ലെസ്സിങ്സ് നിങ്ങൾ ഏറ്റുവാങ്ങണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു നല്ലൊരു വൈബ്രേഷൻസ് വേണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യൂ. ഇന്നെങ്കിൽ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യൂ. ഒന്ന് ക്ലെൻസ് ചെയ്യുക, എന്താ പറയുക,
നന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി മെഡിറ്റേഷൻസ് ചൂസ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യണൊക്കെ മുന്നേ നിങ്ങളൊന്ന് അവയർനെസ് കൊണ്ട് ബ്രീത്തിങ് ചെയ്യുക, ഒന്ന് സൺലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് എയർ, ആ ഒരു ഗ്രൗണ്ടിങ്, പ്രകൃതിയായിട്ടൊക്കെ ഒന്ന് കൂടുതൽ അടുക്കുക. ഒന്ന് കുറച്ച് നേരം ഒന്ന് മരങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ പോയി കണ്ണടച്ചൊക്കെ നിൽക്കുമ്പോൾ നല്ല ഫീലാണ്. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കൂടുതലും. ഈവനിങ് ശേഷം ഫുള്ള് ക്ലീനിങ്ങും ക്ലെൻസിങ്ങും ഒക്കെ തന്നെ. ഞാൻ എപ്പോഴും ഫയർ എനർജി കൊണ്ട് ബാക്കിലത്തെ പോർഷൻസൊക്കെ അടിച്ചു വാരി എന്നൊന്ന രീതി പോലെ കത്തിക്കും. അപ്പോൾ എപ്പോഴും ക്ലീനായി കിടക്കും, വൈബ്രേഷൻസ് ഇൻക്രീസും. കത്തിക്കുമ്പോൾ ഫയർ എനർജി, ഇപ്പോൾ വേണ്ടാത്ത എനർജീസൊക്കെ ഉണ്ടെങ്കിൽ കത്തിപ്പോ നമ്മുടെ ഓറയും ക്ലെൻസ് ആവുകയൊക്കെ ചെയ്തു. ഞാനിടയ്ക്ക് മറ്റേ ഇതൊക്കെ കൊണ്ടിടാറുണ്ട്. എന്താ പറയുക, അത് കറുത്ത സാധനമല്ല, എള്ളൊക്കെ ഇടും. എള്ളിടുന്നത് വളരെ നല്ലതാണെന്ന് പറയും. നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ മറ്റേ ധൂപ്പൊക്കെ വാങ്ങി അതിൽ കുറച്ച് കർപ്പൂരവും കുന്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ കുന്തിരിക്കല്ല, എനിക്ക് തന്നെ സ്റ്റിക്സൊക്കെ ഇടുക. നീമില്ലേ, നീം ഉണങ്ങിയ നീംസൊക്കെ വെക്കുക, ബേ ലീവ്സൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ നല്ല രീതിയിൽ ക്ലെൻസിങ്. നിങ്ങളുടെ അടുത്തും കത്തിച്ച് നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾ അതിൻ്റെ അടുത്ത് ഇരിക്കും, നിങ്ങളുടെ ഓറയൊക്കെ ഒന്ന് ക്ലെൻസ് ആവും. നിങ്ങൾക്ക് ഓരോ ഓറയിലൊക്കെ ഓരോരുത്തരുമായിട്ട് ഇൻവോൾവ്മെൻ്റ് ഒക്കെ ആകുമ്പോൾ അതൊക്കെ എനർജീസ് വരുന്നുണ്ടായിരിക്കും. അതൊക്കെ ക്ലെൻസ് ചെയ്ത് പോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ കരിയറിലൊക്കെ പെട്ടെന്നൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യാൻ സാധിക്കും. പിന്നെ പുതിയ സോഴ്സസ് പഠിക്കുക, സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവുക, ടെൻഷൻസും കാര്യങ്ങളും നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ സൈഡിലേക്ക് ഇപ്പോൾ കുറേ അറിവുകളും ജ്ഞാനവും നിങ്ങൾക്ക് കിട്ടും. ആ ജ്ഞാനം നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലേക്ക് ആവശ്യമായിരിക്കും. സോ നിങ്ങൾക്ക് ലെവൽ പോർട്ടൽസ് എന്താ പറയുക, അത്യാവശ്യം നല്ല കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അത് റിസീവ് ചെയ്യാനുള്ള മോഡിലേക്ക് നിങ്ങളൊന്ന് ആവും കേട്ടോ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ജേർണിയിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവരുടെ ലൈഫിൽ എന്തായെന്ന് വെച്ചാൽ ഒരു കമ്പാരിസണും ഇല്ല. സൂര്യനും ചന്ദ്രനും അതിൻ്റെ സമയത്താണ് ഷൈൻ ചെയ്യാൻ എപ്പോഴും ആലോചിക്കുക. സൂര്യന് വൈകുന്നേരം ഷൈൻ ചെയ്യാൻ പറ്റില്ല, മൂണിന് രാവിലെയും ഷൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഇരുട്ടത്താണ് അതിൻ്റെ വെളിച്ചം കാണാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം വരും, ഡിവൈൻ ടൈമിങ്, അപ്പോഴാണ് എല്ലാം സെറ്റാവുക. ഒരു കമ്പാരിസണും ഇല്ല, ഒരു ഇതുമില്ല. ഓക്കെ, നമ്മൾ നമ്മുടെ ജേർണിയിൽ ആ ഒരു നദിയിൽ പോകുന്ന ഒരു ബോട്ട് പോലെ ആ ഒരു ഫ്ലോയിലേക്ക് പോവുക, യൂണിവേഴ്സിൻ്റെ പ്രസൻസിൽ. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നെങ്കിലും നിങ്ങളൊന്ന് സ്ട്രെസ് ഔട്ട് ചെയ്ത് അതൊക്കെ തന്നെയാണ് ഈ പോർട്ടൽസൊക്കെ വരുന്നത്. ഇന്നെങ്കിലും നിങ്ങളൊന്ന് ക്ലെൻസ് ആവുക അല്ലെങ്കിൽ ഒന്ന് ഹീലാവുക എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് ലൈഫിൽ വരുന്ന ഓരോ സെലിബ്രേഷൻസും ഇന്നെങ്കിലും നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യും, മനസ്സിലായോ? അതാണ് സെലിബ്രേഷൻ. ഡെയിലി ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്യും ലൈഫിൽ. ഓരോരുത്തരും താങ്ക് യു സോ മച്ച്, താങ്ക് യു യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. ആ ഒരു താങ്ക് യു യൂണിവേഴ്സ് നമ്മുടെ വൈബ്രേഷൻസ് സെൻസ് ചെയ്യും. അവർ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതാട്ടോ. ഞാൻ കൊടുക്കുന്ന ഓരോ കുഞ്ഞു കാര്യത്തിനും വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ യൂണിവേഴ്സ് വലിയ രീതിയിൽ നിങ്ങൾക്ക് ഷവർ ചെയ്ത് തരാം. നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് മേ ബി നെക്സ്റ്റ് ലൈഫ് ടൈം ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ നിങ്ങൾ നല്ല വശം അല്ലെങ്കിൽ നല്ല ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ ഒരു ജന്മം കിട്ടിയിട്ടുമില്ലെങ്കിൽ കേട്ടോ, റയർ ചാൻസ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ലെവൽ 11 നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള റീയൂണിയൻസും റീകൺസിലേഷൻസും കരിയർ, ഫിനാൻസ്, ഹെൽത്ത് എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ മാനിഫെസ്റ്റേഷൻസും നിങ്ങൾക്ക് അത്രയും ഷവറിങ് ആവട്ടെ. ഇതിലിപ്പോൾ ഓരോ സ്റ്റേജിലുള്ളവരുണ്ടായിരിക്കും. സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ സെപ്പറേഷൻ പെയിൻ ഉണ്ടായിരിക്കും, നോ കോണ്ടാക്ട് സിറ്റുവേഷൻസ് ആയിരിക്കും. നിങ്ങൾ അവരെ ആ ഒരു സ്റ്റേജ് വിടുക, നിങ്ങളുടെ ഹീലിംഗ് പീരീഡാണെന്ന് മനസ്സിലാക്കി ഹീൽ ചെയ്യാം. മിഡിൽ സ്റ്റേജ് ആണെങ്കിൽ ഇടയ്ക്ക് നോ കോണ്ടാക്ട് ഓൺ ആൻഡ് സിറ്റുവേഷൻസ് വരാം. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വേറെ മാരീഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ അതൊക്കെ കമൻറ്റ് വരാറുണ്ട്. ഇനി കുറച്ചുകൂടി ഇങ്ങനെ ഒരു മുക്കാലും ഹീലവരാണെങ്കിൽ അവർ മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, അവർക്ക് അവരുടെ സോൾ ലെവൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്കത് തന്നെ നിങ്ങളെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കും. മുമ്പത്തെ ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിൽ ലോട്ട് ഓഫ് ഡിഫറൻസസ്. ഞാൻ ഹീൽഡ് ആണെന്ന് മനസ്സിലാവും. നിങ്ങൾ ഭയങ്കര കണ്ടൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കുറേ പേടികളൊക്കെ ഉണ്ടായിരിക്കും. എനിക്കും കുറേ ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ ഹീൽ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഇഷ്യൂ. എനിക്കിങ്ങനെ കുറേ പബ്ലിക്കലി സംസാരിക്കാനൊക്കെ പേടി. പണ്ട് സ്കൂളിൽ സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷ് സെമിനാറാന്ന് തോന്നുന്നു, ഞാൻ അന്ന് ഡാൻസിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഡാൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് വേഗം പോകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. കാരണം അതൊക്കെ ഞാൻ എൻ്റെ പേടീനെ ഫേസ് ചെയ്യാതെ ഓടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്ത് കൊണ്ട് ഇരിക്കുക. നിങ്ങളൊന്നിനും ഓടിയിട്ട് കാര്യമല്ല, പിന്നെ ആ ലോപ്പ് ക്രിയേറ്റർ ആവും. സോ ബെറ്റർ ഫേസ് ഇറ്റ്.
അപ്പോൾ ഫേസ് ചെയ്യാനുള്ള പേടി മാറും. അങ്ങനെ ഓരോ പേടികളും ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ കംപ്ലീറ്റ്ലി ഹീൽഡ് അല്ല, ഞാൻ ഹീലിങ്ങിലൂടെ പോകുന്ന ഒരു പേഴ്സണാണ്. മരണം വരെ ഹീലിംഗ് ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറേ വിസ്റ്റംസ് കിട്ടുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക, യൂണിവേഴ്സ് ബ്ലെസ്സിങ്സിലൂടെ ധാരാളം അറിവുകൾ, ജ്ഞാനം ലഭിക്കട്ടെ. ജ്ഞാനമാണ് ശരിക്കും നമ്മുടെ സോളിന് വേണ്ടത്. കുറേ നമ്മൾ ഇങ്ങനത്തെ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങി കിട്ടുമ്പോൾ നമ്മുടെ സോളിന് കുറച്ചൊക്കെ ആഗ്രഹം, മോഹങ്ങൾ കൂടും. അത് പിന്നെയും ബാഡ് കർമ്മ ക്രിയേറ്റ് ചെയ്യും. സോ എപ്പോഴും ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സോൾ ഇങ്ങനെ ഫുൾഫിൽഡ് ആവും, നമ്മൾ ഭയങ്കര കണ്ടൻ്റ് ആവും, ഉള്ള പ്രസൻസ് ഉള്ളതിൽ വളരെ ഹാപ്പി ആവും. അപ്പോൾ അതൊക്കെയാണ്. സോ താങ്ക് യു. അതുപോലെ നിങ്ങൾക്ക് ഹീലിങ്സ്, ടാരോ റീഡിങ്സ്, ഡിസ്റ്റൻറ്റ് ഹീലിങ്ങോ സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യും. നിങ്ങൾക്ക് കുറേ ടെക്നിക്സാണ്. നിങ്ങൾക്ക് മണി ബ്ലോക്കേജസൊക്കെ മാറി ഹീൽ ചെയ്യാനും സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിംഗ് അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ ടെക്നിക്സ് നിങ്ങൾക്ക് ഞാൻ തരുന്ന, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ ഒരു ഡേ ഞാൻ വിളിച്ച് ഹീൽ ചെയ്യുന്നതാണ്. പിന്നെ ആ മെഡിറ്റേഷൻസൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനൊക്കെ ഫോളോ അപ്പ് ആയിട്ടൊക്കെ തരുന്നതാണ്. അപ്പോൾ എവിടെയും നമുക്ക് 24 മണിക്കൂർ ഒരു ഹീലറിന് വന്നിരുന്ന് ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് പറഞ്ഞു തരും, പിന്നെ നിങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുക. ഓക്കെ. അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ പറയുക, അതാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ. സോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ലെവൽ പോർട്ടൽസ് റീഡിങ്സ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സാണ് കൊണ്ടുവരുന്നത്, ഇനി എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ന്യൂമറോളജി കാർഡ്സും ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ. താങ്ക് യു.